ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു മുട്ട കൊണ്ട് ഒരു ചില്ലി ഉണ്ടാക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ച് ഓംപ്ലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിടാം. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ, ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ആയിട്ടുണ്ട്. മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. പിന്നെ ചുറ്റിച്ച് കൊടുക്കുക എല്ലായിടത്തും ആവാനായിട്ട്. പാൻ ചൂടായി കിടക്കുന്നതാണ്. മുട്ട പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചുറ്റിച്ച് കൊടുക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വശം കൂടി ഒന്നും കൂടി വേവട്ടെ. എഗ്ഗ് ചില്ലി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കൂട്ട് ശരിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് എരിഞ്ഞെടുത്താണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലിക്ക് അധികം ആടേണ്ട ആവശ്യമില്ല. ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 2 നീളമുള്ള പച്ചമുളകാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് വേപ്പില അരിഞ്ഞത്, അത് ഈ സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. സവോള ഇത്രയും വാടിയാൽ മതി. ഞാൻ ഒരു ചെറിയ കാപ്സിക്കം, ഏറ്റവും ചെറുതായിരുന്നു, അത് ഇതുപോലെ എരിഞ്ഞ കളറാണ്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് കടിക്കാൻ കിട്ടണതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അധികം വാടേണ്ട ആവശ്യമില്ല.
ഞാൻ ഈ മിക്സിലേക്ക് ഒരു പൊട്ട് മഞ്ഞൾ, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, മുട്ടയിൽ കുരുമുളക് ഇട്ടേക്കുന്നതാണ്. ഇത് മിക്സായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കണം. അവസാനം എല്ലാം ഇടണം. കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് ഓരോ കൂട്ടങ്ങൾ മറന്നു പോകും. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുള്ളൂ, അത് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കാം. മുമ്പ് ഇടേണ്ടതായിരുന്നു. ആയിക്കോളൂ. കുറച്ച് ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ അല്ല 2 സ്പൂൺ. ഇത് മിക്സായിട്ടുണ്ട്. ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കിയതാണ് കേട്ടോ. അത് ഞാൻ ഒഴിച്ചു കൊടുക്കണം. മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി അങ്ങോട്ട് ചൂടായിക്കോട്ടെ. എല്ലാം കൂടി തിളച്ചിട്ടുണ്ട്. മിക്സിലേക്ക് ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുപോലത്തെ സ്ക്വയർ പീസുകളാണ്, ഉണ്ടോ? ഇതുപോലെ സ്ക്വയറായിട്ട് വെച്ച് അത് ഞാൻ ഇതിനകത്തേക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയുമൊക്കെ എല്ലാം പിടിക്കട്ടെ. ഉടയൊന്നുമില്ല. മുട്ട ഓംലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഉടയില്ല. സിമ്പിൾ കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള കറിയുടെ റെസിപ്പിയാണത്. ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ? നോക്കി, സൂപ്പറായിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത്രയും മതി. സിമ്പിളായിട്ടുള്ള എഗ് ചില്ലിയാണ് കേട്ടത്. ചിക്കനും മറ്റേ പോർക്ക് ബീഫൊക്കെ ചില്ലി ഉണ്ടാക്കും, കോളിഫ്ലവർ ഉണ്ടാക്കും. മുട്ട ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. മുട്ട അല്ലാണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചില്ലിയായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലാണല്ലോ അറിയുള്ളൂ. ഞാൻ ചെയ്ത പോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.